ചുക്കിനി നമ്മൾ നീളത്തിലാണ് അരിയുന്നത്, കാരണം കുറച്ച് നമുക്ക് ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഒത്തിരി കട്ടി വേണ്ട, കുറച്ച് കട്ടി കുറച്ച് വേണം അരിഞ്ഞെടുക്കാനേ. നമ്മുടെ വെജിറ്റബിൾ ആണ് നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഗാർലിക് 2 പീസ് ഗാർലിക് മാത്രം മതി, അതൊന്ന് അരിഞ്ഞെടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഈ ബൗളിലേക്ക് ഞാൻ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഒരു 1 ടീസ്പൂൺ മതിയായിരുന്നു കൂടെ. ഞാൻ കുറച്ച് ബ്ലാക്ക് പെപ്പർ കൂടെ ആഡ് ചെയ്യുന്നത്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നു. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഫ്രിറ്റാറ്റ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട് സാധനം. അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനിയിപ്പം ഇത് നിങ്ങൾക്ക് ഇതിനകത്ത് സുക്കിനി എന്ന് പറയുന്ന വെജിറ്റബിൾ അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഷ്റൂം ആഡ് ചെയ്യാമേ. പിന്നെ ഈ ക്യാപ്സിക്കം തന്നെ പല കളേഴ്സ് ഉണ്ടല്ലോ, ഗ്രീൻ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം. ഇതൊക്കെ മിക്സ് ചെയ്തും കൂടെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ കുറച്ചായിട്ട് എടുത്തിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കളർഫുൾ ആയിരിക്കും നമ്മുടെ ഫ്രിറ്റാറ്റ കാണാൻ. നല്ല ഭംഗിയുള്ളൊരു സംഭവമാണ്. പിന്നെ ഭംഗി പോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഞാനത് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. നല്ല ടേസ്റ്റ് വരും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.